എല്ലാവർക്കും ഹെൽത്ത് ഗ്ലാ ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ എൻ്റെ കസിൻസ് ക്ലോസ് ഫ്രണ്ട് ഒക്കെ ചോദിച്ചൊരു കാര്യമാണ്, അവർക്ക് പ്രഗ്നൻസിയിൽ നോസിയ വോമിറ്റിംഗ് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് റിലേറ്റീവ്സും അതുപോലെ കുറച്ച് പേരൊക്കെ പറയുന്നു ഈ പ്രഗ്നൻസിയിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, കാരണം പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നോസിയ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്കതില്ല, അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുപോലെ ചിലർ ചോദിച്ചു നമുക്ക് ഈ നോസിയ വോമിറ്റിംഗ് ഉണ്ട് ചിലർക്ക് ഇല്ല, ഇത് വരുമ്പോൾ ഇതും കുഞ്ഞിൻ്റെ ജെൻഡറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി പ്രഗ്നൻസിയിൽ നോസിയ വോമിറ്റിംഗ് വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാവേ. പ്രഗ്നൻസിയിൽ HCG ഹോർമോണിൻ്റെ അളവ് കൂടും, ഈസ്ട്രജൻ്റെ അളവ് കൂടും, നമ്മുടെ സ്മെല്ല് കുറച്ചും കൂടി സെൻസിറ്റീവ് ആവും, ടേസ്റ്റ് ഡിഫറൻസ് നമ്മുടെ ബോഡിയിൽ വരും കേട്ടോ. 70 to 80% പ്രഗ്നന്റ് വുമണിന് ഈ ഒരു നോസിയ വോമിറ്റിംഗ് ഉണ്ട്. പക്ഷെ ഒരു 20 to 30% ആൾക്കാർക്ക് ഇതില്ല. ഈ പ്രഗ്നൻസിയിൽ ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കോമൺ ആണ്, ഇത് നോർമലാണ്, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഭയങ്കര സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് ചിലർക്ക് വോമിറ്റിംഗ് ഉണ്ട് ചിലർക്ക് വോമിറ്റിംഗ് ഇല്ലാത്തത്? ഇതിന്റെ കാരണം നോക്കാവേ. നമ്മുടെ ബോഡിയിൽ പ്രഗ്നൻസിയിൽ ഒത്തിരി ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരും. ഇതിനോട് നമ്മുടെ ബോഡി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നോസിയ വോമിറ്റിംഗിന്റെ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും. അതുപോലെ HCG ഹോർമോൺസ് ഉണ്ടല്ലോ, ഈ HCG ഹോർമോൺസിന്റെ ചെറിയ ഫ്ലക്ച്വേഷനോടും നമ്മുടെ ബോഡി അഡാപ്റ്റഡ് ആണ്, ഇങ്ങനെ വരും. അതുപോലെ ജനറ്റിക് ഫാക്ടേഴ്സ്, നമ്മുടെ ഫാമിലിയിലുള്ള സിസ്റ്റേഴ്സ് അല്ലെ മദർ, ഇവർക്കൊക്കെ പ്രഗ്നൻസിയിൽ നോസിയ വോമിറ്റിംഗ് കുറവാണെങ്കിൽ നമുക്കും അതുപോലെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമ്മുടെ ബോഡി ഓൾറെഡി ഒരു പ്രഗ്നൻസിയോട് അഡ്ജസ്റ്റഡ് ആയല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇങ്ങനെ നോസിയ വോമിറ്റിംഗ് വരാനുള്ള സാധ്യത കുറവാണ്. ഇനി ഇതിനെ റിലേറ്റഡുള്ള മിത്സ് ആൻഡ് ഫാക്ട്സ് നോക്കാവേ. ഒന്നാമതാണ് നോസിയ വോമിറ്റിംഗ് ഇല്ലെങ്കിൽ അതൊരു വീക്ക് പ്രഗ്നൻസി ആണ് അല്ലെങ്കിൽ വീക്ക് ബേബി ആണെന്നുള്ളത്. നോസിയ വോമിറ്റിംഗ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ ഒരു സിംറ്റം മാത്രമാണ്, ഇത് ഹെൽത്തി പ്രഗ്നൻസിയുടെ ഒരു ഐഡിയൽ റിക്വയർമെൻറ്റ്സ് അല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ അതിൽ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നാൽ മതി. ഹെൽത്തി ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ, കുഞ്ഞിന് നന്നായിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടുന്നുണ്ട്, കുഞ്ഞിന് നല്ല ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്, അതുപോലെ നമ്മൾ ആൻറ്റിനേറ്റൽ ചെക്കപ്സ് ഉണ്ടല്ലോ, ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടത്, അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി പ്രഗ്നൻസി എൻഷുർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോസിയ വോമിറ്റിംഗ് കുറവാണെങ്കിൽ അത് ആൺകുഞ്ഞായിരിക്കും എന്നുള്ളതാണ്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു, അവൾക്ക് നോസിയ വോമിറ്റിംഗ് ഇല്ല. അപ്പം കുറേ പേര് പറയുന്നു ഇത് ചിലപ്പം കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇത്, കാരണം യൂഷ്വലി ഇങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രഗ്നൻസിയിൽ നോസിയ വോമിറ്റിംഗ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നു, കുഞ്ഞ് ബേബി ഗേൾ ആയിരുന്നു കേട്ടോ. എൻ്റെ 2 പ്രഗ്നൻസി കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് നോസിയ വോമിറ്റിംഗ് കുറച്ച് കുറവായിരുന്നു, പക്ഷേ അത് ആൺകുഞ്ഞായിരുന്നു. അപ്പം ഇതൊരു ജസ്റ്റ് മിത്ത് മാത്രമാണ്, സയൻറ്റിഫിക് ആയിട്ട് ഇതിനൊരു എവിഡൻസ് ഇല്ല. ഇനി നമുക്ക് എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് നോക്കാവേ. നമുക്ക് ആക്ച്വലി പ്രഗ്നൻസിയിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു പ്രഗ്നൻസിയുടെ സിംറ്റംസ് എല്ലാം ഇല്ലാണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണണം. നമുക്ക് അസാധാരണമായ ക്ഷീണം, ഡിസിനെസ് ഒക്കെ വരുന്നു, അപ്പോൾ നമ്മൾ കാണണം. വജൈനൽ ബ്ലീഡിങ് ഇല്ല അബ്ഡോമിനൽ പെയിൻ ഒക്കെ വന്നാൽ നമ്മൾ ഡോക്ടറെ എന്തായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം സിംറ്റംസ് ഒന്നുള്ളത് ഒരു ബേസിക് റിക്വയർമെൻ്റ് അല്ല, അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കാണാം. ബൈ.